ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ പിതാവായ ദൈവത്തിനും തന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളായ പരിശുദ്ധാത്മാവിനും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ വിശ്വസ്ത സാക്ഷി എന്നു പേരുള്ള യേശുക്രിസ്തുവിനും മഹിമയും പുകഴ്ചയും സ്തുതിസ്തോത്രങ്ങളും ഈ സമയം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ സമാധാനവും നമ്മുടെ നിരപ്പും നമ്മുടെ വീണ്ടെടുപ്പുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ഏവർക്കും അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യുന്നല്ലോ. ദൈവവചനത്തിന്റെ പഠനം നമ്മെ കൂടുതൽ ശുദ്ധീകരിക്കട്ടെ. ദൈവവചന പഠനം നമ്മെ കൂടുതൽ രൂപാന്തരപ്പെടുത്തട്ടെ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കാറുള്ള ഒരു പ്രസ്താവന ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും, the word as the sword of the spirit has equal effect upon saint, sinner and Satan. The word of God as the sword of the spirit has equal effect upon saint, sinner and Satan. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാൾ എന്ന നിലയിൽ വിശുദ്ധനോടും പാപിയോടും സാത്താനോടും ഒരുപോലെ ഇടപെടുന്ന ഒന്നാണ്. സ്തോത്രം. ഒരുപോലെ ഇടപെടുന്നു. അല്ലെങ്കിൽ ഈ 3 കൂട്ടരോടും ദൈവവചനത്തിന് ഒരു വ്യവഹാരമുണ്ട്. ആത്മാവിൻ്റെ വാൾ എന്ന നിലയിൽ. അതുകൊണ്ട് നാം ആരും ഏതായാലും സാത്താന്മാരല്ല. മറ്റു രണ്ടിൽ ഒരു കൂട്ടരായിരിക്കും. ഈദർ സെയിന്റ് ഓർ സിന്നർ. നമ്മളിതിൽ ആരായാലും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മോടൊരു വ്യവഹാരമുണ്ട്. അതുകൊണ്ട് ആ ദൈവവചനത്തിൻ്റെ വ്യവഹാരം ഈ ദൈവവചന പഠനത്തിൽ നമ്മോടുണ്ടാകട്ടെ. ആ വചനത്തിന് നമ്മോട് ചെയ്യാനുള്ളത് പൂർണ്ണമായും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിനായി നമുക്ക് സമർപ്പണത്തോടെ വീണ്ടും കർത്തൃപാദങ്ങളിൽ ആയിരിക്കാം. നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് വരികയാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധി. അതിനടിസ്ഥാനം രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഓരോ വിശുദ്ധന്റെയും പ്രവർത്തികളാണ്. പ്രവർത്തികൾ. വിശുദ്ധന്മാരുടേതാകട്ടെ അശുദ്ധന്മാരുടേതാകട്ടെ ന്യായവിധി തികച്ചും വ്യക്തിപരമാണെന്നും നമ്മൾ കണ്ടു. വ്യക്തിപരമാണ്. അതുകൊണ്ട് അതിന് ഒരു കാലദൈർഘ്യമുണ്ട്. ഒരു പ്രത്യേക സമയമെടുത്താണ്, ഒരു കാലമെടുത്താണ് ആ ന്യായവിധി നടക്കുന്നത്. ഓരോരുത്തരെയും ന്യായം വിധിക്കണം. ഇപ്പോൾ വ്യക്തിപരമാണ്. ഓരോരുത്തരുടെയും രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോൾ കേവലം ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യാതെ വിടുന്നതും. രണ്ടും. ഡീഡ്സ് ഓഫ് കമ്മീഷൻസ് ഓർ ഡീഡ്സ് ഓഫ് ഒമിഷൻസ്. ചെയ്യേണ്ടത്
അല്ലെങ്കിൽ ചെയ്യാതെ പോകുന്നതും ചെയ്യുന്നതുമായ പ്രവർത്തികളെല്ലാം കണക്കിലെടുക്കപ്പെടും. ചെയ്യേണ്ട കാര്യം ഒരു വിശുദ്ധൻ എന്ന നിലയിൽ നാം ചെയ്യുന്നില്ലെങ്കിൽ അതും പ്രതിഫല നഷ്ടത്തിന് കാരണമാകും. ഒരു വിശുദ്ധൻ എന്ന നിലയിൽ ചെയ്തു, പക്ഷേ ചെയ്യേണ്ടതുപോലെ അല്ല ചെയ്തതെങ്കിൽ അതുകൊണ്ടും പ്രതിഫലം നഷ്ടമാകും. ആ കാര്യങ്ങൾ നമ്മൾ 4 തരത്തിൽ ഉള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചല്ലോ. ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളനെ പോലെ കിട്ടാനുമില്ല പോകാനും ഒന്നുമില്ല എന്നുള്ളവര്. പൗലോസിനെയും പത്രോസിനെയും ഒക്കെ പോലെ കിട്ടിയത് മുഴുവനും പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും ആക്കി തീർത്തവർ. അതുപോലെ മൂന്നാമത്തെ കൂട്ടരെ നമ്മൾ കണ്ടിരുന്നു. അവസരം കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ കിട്ടേണ്ടതൊക്കെ നഷ്ടമുണ്ടായവർ. മറ്റൊരു കൂട്ടരുണ്ട്, ചെയ്തു, പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ അളവിൽ ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തിട്ടും പ്രതിഫല നഷ്ടമുണ്ടാകുന്നവർ. ഇങ്ങനെ 4 കൂട്ടരെ നമ്മൾ കണ്ടു. ഒടുവിൽ നമ്മൾ പ്രതിഫലങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. അതിൽ നെഗറ്റീവും പോസിറ്റീവും. പോസിറ്റീവായി അഥവാ നമുക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിലെ പ്രതിഫലങ്ങളെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 4 നമ്മൾ ചിന്തിച്ചെന്നാ തോന്നുന്നേ അല്ലേ? 1, 5. ഓക്കെ. 1 നിത്യജീവൻ, 2 കിരീടങ്ങൾ, 3 ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവിധ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പദവികൾ, 4 ന്യായവിധിക്കുള്ള അധികാരം, 5 പ്രൈസ് പുകഴ്ച. ഇപ്പം പുകഴ്ചയെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്യം തെറ്റായിരുന്നു. മത്തായി 17 എന്ന് പറഞ്ഞത് 19 എന്നാക്കിയേക്കണം. 19, 27, 28 and 29 ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയത്. മത്തായി 19-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, എന്തോ കിട്ടും? കർത്താവ് പറഞ്ഞു 2 കാര്യങ്ങൾ, ടെമ്പറൽ ആൻഡ് ഇറ്റേണൽ. താൽക്കാലിക ലോകത്തും നിങ്ങൾക്ക് ലഭിക്കും, വരുവാനുള്ളതിലും നിങ്ങൾക്ക് ലഭിക്കും. താൽക്കാലിക ലോകത്ത് കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ മത്തായി 5, 6, 7 അധ്യായങ്ങൾ പഠിച്ച സമയത്ത് വിശദമായിട്ട് ചർച്ച ചെയ്ത് പഠിച്ചതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ ലോകത്തിൽ വെച്ച് തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ്. അതിനെക്കുറിച്ച് നമ്മൾ 1-ലധികം ക്ലാസ്സുകൾ പഠിച്ചിരുന്നു. 2 ഇറ്റേണൽ, നിത്യമായ പ്രതിഫലങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ നിത്യമായിട്ടുള്ളത് കിട്ടുന്നത്? ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വായിച്ചെങ്കിലും വിടാം. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. തീർന്നോ? എങ്കിലും മുമ്പന്മാർ പലരും മുമ്പന്മാരും ആകും.
രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിത്യമായ പ്രതിഫലം ലഭിക്കുന്നതിൽ. ഒന്നവിടെ പറയുന്നു, നിത്യജീവനെ പ്രാപിക്കും. നിത്യജീവനെ പ്രാപിക്കും. മറ്റൊന്ന് അവിടെ പറയുന്നത് നിത്യജീവനെ പ്രാപിച്ചിട്ട് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നതിനുള്ള അധികാരവും പ്രാപിക്കുന്നതിനെ കുറിച്ച് നാം കാണുന്നു. അപ്പം നിത്യജീവനെ പ്രാപിക്കുക, അതുപോലെ ന്യായവിധിക്കുള്ള അധികാരവും പ്രാപിക്കുക. എന്നിട്ട് മുമ്പന്മാർ പിൻപന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് അവിടെ പറയുന്നുണ്ട്. ന്യായവിധിയുടെ അധികാരങ്ങൾ. പിന്നീട് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതായിരുന്നു താലന്തുകളുടെ കാര്യം. ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ രസകരമായ ഒരു കമന്റ് എനിക്ക് കിട്ടി. താലന്തുകളുടെ ഉപമ വെച്ചുകൊണ്ട് കിട്ടിയ പണം പെരുപ്പിക്കുവാൻ പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട് എന്നൊരു വാർത്തയാണ്, ഒരു കാര്യമാണ് അറിഞ്ഞത്. വളരെ രസകരമായ ഒരു കാര്യമായിട്ട് തോന്നി. താലന്ത് വിനിയോഗിക്കുന്ന രീതി. കർത്താവ് തന്ന താലന്താണ് പണം. അത് പെരുപ്പിക്കണം, അതിന് പലിശയ്ക്ക് കൊടുക്കുക, ബ്ലേഡ് കമ്പനി നടത്തുക. മനസ്സിലായി കാണണമല്ലോ. അതല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല താലന്തുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലർക്ക് നല്ലതുപോലെ പൊളിറ്റിക്സ് കളിക്കാൻ അറിയാം, നന്നായിട്ട് രാഷ്ട്രീയം കളിക്കാൻ അറിയാം ചിലർക്ക്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന ആ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതല്ല താലന്തിന്റെ ഉപമയുടെ അർത്ഥം. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും വികസനത്തിനും വളർച്ചയ്ക്കും സുവിശേഷത്തിന്റെ വ്യാപനത്തിനും അഭിവൃദ്ധിക്കും ദൈവത്തിന്റെ പുകഴ്ചയ്ക്കും മനുഷ്യരുടെ നന്മയ്ക്കുമൊക്കെയായി ദൈവം നൽകിയിട്ടുള്ള എല്ലാം വിനിയോഗിക്കുക, ദൈവത്തിനു വേണ്ടിയിട്ട് പലതും നേടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആൾക്കാരെ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന വികലമായ രീതികൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ 15-ാം സങ്കീർത്തനമായിരുന്നു ഞാൻ അവിടെ ദീർഘനാളുകൾ സങ്കീർത്തന പ്രബോധനത്തിന് വായിക്കുമായിരുന്നത്. അതിലെ ആദ്യത്തെ വാക്യം, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ദൈവത്തോട് കൂടെ വസിക്കുവാൻ ആർക്ക് കഴിയും എന്ന ദാവീദിന്റെ ചോദ്യം. 2-ാം വാക്യം മുതൽ അതിനുള്ള ഉത്തരമാണ്. അതിൽ ഒരു ഉത്തരമാണ് തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. അപ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന വേദപുസ്തക സത്യം നിലനിൽക്കുന്നു. ഞാനതൊക്കെ പ്രസംഗിച്ചു. അന്നൊക്കെ ഏതാണ്ട് എല്ലാ ആഴ്ചയും
പാസ്റ്ററൽ വിസിറ്റ്സ് ഉള്ള സമയമാണ്. ഇപ്പോഴത്തെ പോലെ മാസത്തിൽ ഒന്നല്ല. ഇപ്പം മാസത്തിൽ ഒന്നായി, ചിലയിടത്ത് മാസത്തിൽ ഒന്ന് പോലും ഇല്ല. അന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ, സഭയും ചെറുതാണ്, അപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എല്ലാ പ്രാവശ്യവും ആട്ടിൻകറി, മട്ടൻ കറി കൂട്ടി ഞങ്ങൾക്ക് ഊണ് തരികയും, അന്നൊരു മോപ്പട എനിക്കുള്ളത്, ഒരു കൊച്ചു മോട്ടോർ സൈക്കിൾ, പഴയതാ, ഒത്തിരി പഴയതാ. പക്ഷേ അതിന് ടാങ്ക് നിറച്ച് പെട്രോൾ ഒഴിച്ചു തരികയും പിന്നെ ഒരു കൈമടക്ക് തരികയും ചെയ്യുന്ന ഒരു കുടുംബം. അന്ന് എന്നിട്ട് ചായയിൽ നിർത്തി, കഴിക്കാനൊന്നും തന്നില്ല, പെട്രോൾ തന്നില്ല, കൈ തന്നു, പ്രൈസലോട് പറഞ്ഞു, പിരിയാൻ നേരം പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് കയ്യിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ ഇതിനല്ലല്ലോ വരുന്നേ. എന്നിട്ട് തലയൊറിഞ്ഞോണ്ട് പറഞ്ഞു, ഒന്ന് ഇളവ് തന്നാൽ തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അല്ല, നിയമം ഒന്ന് ലൂസാക്കിയാൽ. ഞാൻ വെച്ചാൽ എന്താ, പാസ്റ്റർ പ്രസംഗിച്ചില്ലായിരുന്നു പലിശയ്ക്ക് കൊടുക്കരുതെന്ന്? അതെ. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്ന കാശിൽ നിന്നാണ് ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ ഇടുന്നതും. ചർച്ച് എല്ലാ വർഷവും അദ്ദേഹം വൈറ്റ് വാഷ് ചെയ്തു വരുമായിരുന്നു. അപ്പൊ ചർച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നതും പിന്നെ ചിലപ്പോഴൊക്കെ ലെപ്രസി കോളനിയിൽ ബ്രെഡും ഉരുളക്കിഴങ്ങ് കറിയും കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം. അടുത്തൊരു ലെപ്രസി കോളനി ഉണ്ട്, ഒരു കുഷ്ഠരോഗികളുടെ ഒരു കോളനി. അവിടെ വർഷത്തിലൊരിക്കലൊക്കെ അദ്ദേഹം ബ്രെഡും കിഴങ്ങ് കറിയും കൊടുക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പലിശയ്ക്ക് കൊടുക്കുന്ന കാശ് കൊണ്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ദോഷം മാറാൻ വേണ്ടി ഇദ്ദേഹം ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. പലിശയ്ക്ക് കൊടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ദശാംശം തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടേ വേണ്ട, ആ പണം എനിക്ക് വേണ്ട, ഇതുവരെ തന്നത് വേണേൽ തിരിച്ചു തരാം. പറഞ്ഞു വന്നതിന്റെ സാരം, തിരുവെഴുത്ത് പറയുന്നു, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവന് മാത്രമേ കർത്താവിനോട് കൂടെ വസിക്കാൻ പറ്റൂ. സ്തോത്രം. എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയാണ് ജനം തങ്ങളുടെ പക്ഷത്തെ, തങ്ങളുടെ കാര്യങ്ങളെ വെക്കുന്നത്, തങ്ങളുടെ പക്ഷത്തെ ന്യായീകരിക്കുന്നത്, പാപത്തെ വെള്ളപൂശുന്നത്. ഒരിക്കലും പാടില്ല. അതൊന്നുമല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഞാൻ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ അയക്കുന്നെങ്കിൽ സന്തോഷമുള്ളൂ. എനിക്ക് അക്കാര്യങ്ങൾ കൂടെ പറയാനും പഠിപ്പിക്കാനും സാധിക്കുമല്ലോ. അപ്പം പാസ്റ്റർ, ഞാനൊരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞാട്ടെ ആൻറ്റി. ഇതിനോടനുബന്ധിച്ച് എൻ്റെ മനസ്സിൽ കുറച്ച് നാളോട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. ഈ വിദേശ രാജ്യങ്ങളിലെ ദേവദാസന്മാരായാലും പ്രവാചികളായാലും പോയിട്ട് വന്നിട്ട് ഒരു ലാസ്റ്റ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു അതിസൽക്കാരം ചെയ്യും. അതിൽ പങ്കുകൊള്ളുന്നത് ശരിയോ തെറ്റോ? അതിൽ എന്താ തെറ്റുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് എന്നോട് വേറൊരാൾ പറഞ്ഞുകൊണ്ടേ ചോദിച്ചതാ. അതിൽ തന്നെ തെറ്റ് കാണുന്നില്ല. എന്നാൽ ചിലര് പോയിട്ട് ഭോഷ്ക് പറഞ്ഞ് പണം പിരിച്ചുകൊണ്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളതിൽ പങ്കാളികളാകാതിരിക്കുകയാണ് നല്ലത്. അത് പക്ഷെ നമുക്ക് ആരൊക്കെയാ ഏതൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പലരും, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരിൽ തന്നെ പലരും
ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പണം പിരിക്കാറുണ്ട്. ഇല്ലാത്ത മകളെ കെട്ടിക്കാനുള്ള പണം, അങ്ങനെയൊക്കെ ഒത്തിരി. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ, നമുക്കറിയാവുന്നത് വല്ലതും ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം. അതല്ലാതെ വിദേശത്ത് പോയിട്ട് വരുമ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ഒരു ഭക്ഷണം കൊടുക്കുന്നതിൽ പങ്കാളികളാകുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ജനത്തെ, ദൈവമക്കളെ, സഭകളെ കബളിപ്പിച്ച് അത് തെറ്റാ, അത് പാടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവരുടെ കാര്യമാണെങ്കിൽ തന്നെ അത് പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയല്ലേ പാസ്റ്ററെ അമിത ലാഭം? അതായത് നമ്മളിപ്പോൾ ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ തന്നെ നോർമൽ കാര്യങ്ങളിൽ അതിനപ്പുറം അധിക ലാഭം എടുത്തേച്ച് അതിൻ്റെ... അതെ, കൊള്ള ലാഭം പാടില്ല. ഗവൺമെന്റ് അനുവദിക്കുന്ന ഒരു ശതമാനമുണ്ട്. അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തുന്നവർക്ക് അവരുടെ ചെലവ്, അവരുടെ അധ്വാനം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ശതമാനം ഇതിൽ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് കൊള്ള ലാഭം ഉണ്ടാകാൻ പാടില്ല. കള്ളത്തുലാസ്, കൊള്ളലാഭം, ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങൾ. അതെല്ലാം പാപത്തിൽപ്പെടുന്നതാണ്. ഇന്ന് പാസ്റ്റർ ഈ കോർപ്പറേറ്റുകളൊക്കെ കൊടുക്കുന്ന ശമ്പളം എത്രയോ കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്താണ് പല പിന്നെ ഉദ്യോഗാർത്ഥി ഉണ്ടാക്കുന്ന ലാഭത്തിന് കൊള്ളലാഭം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തെ ലാഭം എടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലല്ലേ നമ്മുടെ ആളുകളൊക്കെ പോയി ജോലി ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നവരുണ്ടല്ലോ, ബാങ്കുകളിലോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ. പക്ഷേ നമ്മുടെ ജോലി ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള വിഹിതം പോലും ലഭിക്കുന്നില്ലല്ലോ പലയിടത്തും. മറ്റുള്ളവര് അവരോ ലാഭം ഉണ്ടാക്കുന്നുണ്ടാകാം, കൊള്ള ലാഭം അതിനപ്പുറത്തും ആകാം. പക്ഷേ അവിടുത്തെ ജോലിക്കാർക്ക് ലഭിക്കുന്ന വേതനമെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തൊഴിലിന് തത്തുല്യമായതുപോലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പം അവര് അതിൽ പങ്കാളികളല്ല. ഇപ്പൊ ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നവർ അവർ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം മാത്രമേ വാങ്ങുന്നുള്ളൂ. അല്ലാതെ അവര് ആ വ്യാജത്തിൽ പങ്കാളികളാകുന്നെങ്കിൽ തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ഡോക്ടർമാര്, നമ്മുടെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെയും ഡോക്ടേഴ്സിന്റെ കാര്യ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ എഴുതുക. ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലൊക്കെ ഓരോ ഡോക്ടേഴ്സിനും ഓരോ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ഓരോ മാസം ഓരോ ഡിപ്പാർട്ട്മെന്റുകാരും ഇത്ര ലക്ഷം രൂപ മാനേജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ശമ്പളം കൂടാതെ ഇൻസെന്റീവ്സും ഉണ്ട്. അതുകൊണ്ടിത് വഹിക്കുന്നത് സാധാരണക്കാരായ രോഗികളിൽ നിന്ന്. അതുകൊണ്ട് ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോന്നാ. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഇല്ലെങ്കിൽ അതിനനുസരിച്ച്. ആവശ്യമില്ലാത്ത പല ടെസ്റ്റുകളും ഓപ്പറേഷൻസ് വരെ പലതും നടത്തുന്നു. അപ്പം അങ്ങനെ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന്റെ ഈ വ്യാജവും പിന്നെ കൊള്ളലാഭത്തിലും ഈ ജോലിക്കാർ പങ്കാളികളാകുന്നു അറിഞ്ഞുകൊണ്ട് എന്നിട്ട് അതിന്റെ വിഹിതം വാങ്ങുന്നുവെങ്കിൽ തീർച്ചയായും അത് പാടില്ലാത്തത്. എന്നാൽ അതല്ലാതെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു എങ്കിൽ അതിൽ അവരുടെ പങ്കില്ല. അവർ ജോലി ചെയ്യുന്നതിൻ്റെ വിഹിതം, ശമ്പളം ന്യായമായത് മാത്രം അവർ വാങ്ങുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൗലോസ് പറയുന്നത് പോലെ നമുക്ക് ഈ ലോകം വിട്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ നമ്മൾ
അന്യായത്തിൽ പങ്കാളികളാകാതിരിക്കുക, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതിരിക്കുക, നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക, ചൂഷകന്മാരോട് കൂടാതിരിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതാ പാസ്റ്ററെ പറഞ്ഞ. അപ്പം ഈ പറയുന്ന കോർപ്പറേറ്റുകൾ ശരിക്കും ആ കൊള്ള ലാഭം മേടിച്ചിട്ടാണ് അതിൻ്റെ ഒരു വിധമല്ലേ നമ്മൾ സാലറി ആയിട്ട് എടുക്കുന്നത്, തരുന്നത്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ കമ്പനി ജോയിൻ ചെയ്യുന്നത് ശരിയാണോ? അതാണ് പറഞ്ഞത്, ജോലി ചെയ്തിട്ടല്ലേ ശമ്പളം വാങ്ങുന്നേ. അല്ല പാസ്റ്ററെ, അപ്പം ആ പർട്ടിക്കുലർ കമ്പനി, ആ ഓർഗനൈസേഷൻ, ആ കോർപ്പറേറ്റ് അമിത ലാഭം, കൊള്ള ലാഭം ഉണ്ടാക്കിയതിൻ്റെ വിഹിതമാണ് നമുക്ക് എക്സ്യൂബറൻ്റ് ആയിട്ട് സാലറി തരുന്നത്. അത് തന്നെ, നമ്മൾ ജോലി ചെയ്തിട്ടല്ലേ വാങ്ങുന്നേ. അവരുടെ കൊള്ളലാഭത്തിന് നമ്മൾ കൂട്ടു നിൽക്കുന്നില്ലല്ലോ. നമ്മൾ നിക്ഷിപ്തമായി ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ. അതിലെന്താ തെറ്റ്? അങ്ങനെയുള്ള കമ്പനി ജോയിൻ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ഇല്ലാത്തൊരു കമ്പനി ഒന്ന് പറയാമോ? അതാ ഞാൻ പറഞ്ഞത്, പൗലോസ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകം വിട്ടുപോകേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞത്. നമ്മൾ ന്യായമായിട്ട് ജോലി ചെയ്യേണ്ടത് ചെയ്യുക, അതിനുള്ള വിഹിതം, അതിനുള്ള ശമ്പളം വാങ്ങുക, അവരുടെ അന്യായത്തിന് കൂട്ടു നിൽക്കാതിരിക്കുക. അല്ല, അത് ഇൻഡയറക്ട്ലി നമ്മൾ അവരെ കൂട്ടു നിൽക്കല്ലേ. അതാ പറഞ്ഞത്. അല്ലെങ്കിൽ എവിടെയാ പോകുന്നത്? എവിടെ ജോലി ചെയ്യുന്നേ? അതില്ലാത്ത ഒരു കമ്പനി പറ, അതില്ലാത്ത ഒരു സ്ഥാപനം പറ, സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ജോലി അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ആകുമ്പം പിന്നെ ചില പ്രത്യേക ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത് പോലെ ജോലിക്ക് ഒരു ജോലിയും ചെയ്യാതെ, ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കാതെ, സ്വന്തമായിട്ട് തന്നെ കൃഷിയൊക്കെ ചെയ്ത്, അതിനും വേറെ എങ്ങും പോകരുത്, വളത്തിനും വെള്ളത്തിനും ഒക്കെ മൃഗങ്ങളെ വളർത്തുകയും സ്വന്തം കിണർ കുഴിക്കുകയും എല്ലാ പണി ചെയ്യുകയും ഒക്കെ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അത് ഭക്തിയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഭക്തിയുടെ ഒരു ഹയർ ലെവലായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ന്യായമായ ശമ്പളം വാങ്ങുന്നത് തെറ്റല്ല. ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ അവര് ഇങ്ങനെ ചെയ്യുന്നു, ഇനി അല്ല ഇങ്ങനെ അന്യായമായിട്ട് ലാഭമുണ്ടാക്കുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രോഡക്ട്സ് എന്തെങ്കിലും നമ്മൾ വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നെങ്കിലും ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അവർക്ക് നമ്മൾ ലാഭം കൊടുക്കല്ലേ? അല്ല, അതുകൂടാതെ ഇൻസെൻറ്റീവ്സ്, നമ്മുടെ സാലറി കഴിഞ്ഞിട്ട് ഇൻസെൻറ്റീവ്സ് ഇതുപോലെ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇവരുടെ ലാഭത്തിന്റെ വിഹിതങ്ങൾ തരുന്നില്ലേ? അല്ല, ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമുക്ക് അവിടെ ഒരു ഉയർന്ന ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നേ ഒക്കത്തുള്ളൂ. അല്ലെ പിന്നെ ആ പൊസിഷൻ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. അതെ അതെ, അതുകൊണ്ടാ പറഞ്ഞത്, ആ നിലകളിൽ അല്ലാത്ത ഒരു സ്ഥാപനം നമുക്കുണ്ടെങ്കിൽ പൊക്കോളൂ. ഇല്ല, അങ്ങനെയുള്ളതില്ല. അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് ആ ചൂഷണത്തിന് കൂട്ടു നിൽക്കാതിരിക്കും. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ ഡോക്ടറ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലെ ഉയർന്ന ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ CMO ആയിട്ടോ ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ നമ്മുടെ എത്തിക്സ് വെച്ച് നിൽക്കാനായിട്ട് പറ്റും. ഒക്കാതെ വരിക, ടെർമിനേറ്റ് ചെയ്താൽ പോകാൻ തയ്യാറായിട്ട് നിന്നു. തീർച്ചയായിട്ടും ചെയ്യാൻ അങ്ങനെ വേണം ചെയ്യാൻ. CA-ക്കാർ പോകുന്നു, CA-ക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ CA-ക്കാര് അവരെന്താ ചെയ്യുന്നത്? ഇതുപോലൊക്കെ തന്നെയല്ലേ. വക്കീൽ പണിക്ക് പോകുന്നവര്, ഇങ്ങനെ എല്ലാ തൊഴിലുകളിലും കൊച്ചു ജോലി തൊട്ട് ഉയർന്ന തലങ്ങളിൽ വരെ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ അതിൽ പങ്കാളികളാകാതെ
ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് എൻ്റെ ജോലിക്ക് വേണ്ട ശമ്പളം, അതിനകത്ത് അന്യായം ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ജോലിക്ക് തന്നിട്ടുള്ള മണിക്കൂറുകൾ ന്യായമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. അതിൽ ഞാൻ കബളിപ്പിരൊന്നും നടത്തുന്നില്ല. ഇനി സർക്കാർ സ്ഥാപനങ്ങളിലായാലും പ്രൈവറ്റിലായാലും കോർപ്പറേറ്റിലായാലും എവിടെയായാലും. അപ്പം ഇങ്ങനെയുള്ള വചനവിരുദ്ധമായ നന്മകൾ, ഭൗതികമായത്, ഉയർച്ചകൾ ഒന്നും തന്നെ വേണ്ടെന്ന് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ചിലപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് പറയുകയാണെങ്കിൽ ഒരു റിസർവേഷൻ ആയിരിക്കും. ലോക്കൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ട്രെയിനിൽ കയറി TTയെ കണ്ടു, അദ്ദേഹം ടോയ്ലറ്റിന്റെ അടുത്തേക്ക് മാറ്റി നിർത്തി, കമ്പാർട്ട്മെന്റ് വെച്ച് സംസാരിക്കത്തില്ല, ഇങ്ങോട്ട് വരാൻ പറയും, ടോയ്ലറ്റിന്റെ അവിടെ കൊണ്ടുപോയിട്ട് എഴുതി തരും, ആരോടും പറയരുതെന്ന് പറയും. എന്നാൽ RACക്കാർ അവിടെ ഉണ്ട്, അവർക്ക് കൊടുക്കുന്നില്ല. അതുപോലും പാപമാണ്, പാടില്ലാത്ത കാര്യങ്ങൾ. മറ്റൊരാൾക്ക് അർഹമായത് നമ്മൾ തട്ടിയെടുക്കുന്നു. കൊച്ചു കാര്യ, സാധാരണ നടക്കുന്ന കാര്യ. അപ്പോൾ ഈ നിലയിലുള്ള നീതിബോധത്തിനും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. നീതിബോധത്തിന് ആ ഒരു എത്തിക്കൽ കൺവിക്ഷൻ, നീതിബോധം, അത് നമ്മെ ഭരിക്കണം. പക്ഷെ ആ നീതിബോധത്തോടെ നാം ജീവിച്ചാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതുപോലെ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിന്റെ നീതി പാലിച്ചാൽ മറ്റു പല വണ്ടികൾക്കും പുറകിലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. നമ്മളെക്കാൾ മുമ്പിൽ ലൈനിൽ കിടക്കുന്നവരുടെ പുറകിൽ കൂടെ കയറി ചെന്ന് വണ്ടി കുത്തിക്കയറ്റി വേണമെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ലാഭിക്കാം. പുറകിലുള്ളവർ ചീത്ത വിളിക്കും, നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഇവിടെയൊക്കെ ഇന്ത്യയിലെ കാര്യമാണ്. വിദേശങ്ങളിൽ അത്ര കണ്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ കൂടെ ഒക്കെ പലയിടത്തും നിയമങ്ങൾ കർക്കശമായതുകൊണ്ട് എന്നാലും നടക്കുന്നുണ്ടാകാം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉണ്ട്. അത് നമ്മുടെ കഴിവുകേടായിട്ടും ഒക്കെ മുദ്ര കുത്തപ്പെടാം. പക്ഷേ ആ നഷ്ടമൊക്കെ സഹിക്കാൻ നമ്മൾ തയ്യാറാവുക. ആ നീതിബോധത്തിനുമൊക്കെ എന്തുണ്ട്? ദൈവസന്നിധിയിൽ വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. ഒരിക്കൽ കൂടെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ആ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള വാക്യമാണ്. നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ഓർമ്മ വന്ന് കാണും. ഓർമ്മ വന്നു ആർക്കെങ്കിലും? ഒരുവൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായം കിട്ടിയോ? 1 പത്രോസ് 3:19 അല്ലേ? നോക്കിക്കേ. He must turn from evil and do. അതല്ല. Dear friends, I urge. No. 2:19, 1 പത്രോസ് 2:19, 1 Peter 2:19. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ഇതാണോ? ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായിട്ട് കഷ്ടമോ ദുഃഖമോ നഷ്ടമോ നിന്നയോ ഒക്കെ ചേർത്തു അതിൻ്റെ കൂടെ സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകമാണ്. അതിന് തീർച്ചയായും
പ്രതിഫലമുണ്ട്. അതായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പം 5-ാമത്തെ കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുകഴ്ച. കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുകഴ്ച. സ്തോത്രം. മറ്റൊന്ന്, 6-ാമത്തേത്, ഇന്ന് റീനമ്മ പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം എടുത്തു പറഞ്ഞു. ഗ്ലോറി, തേജസ്. ഗ്ലോറി, തേജസ്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നിന്നും കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ നിന്നുമൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് അത് വായിച്ചിട്ടുണ്ടല്ലോ. റോമാലേഖനം 8-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, 8:17. Now, if we are children, then we are heirs of God and co-heirs with Christ. If indeed we share in his sufferings, in order that we may also share in his glory. We will share his glory. 18 also, 18. I consider that our present sufferings are not worth comparing with the glory that will be revealed in us. സ്തോത്രം. തേജസ്. ആ തേജസ്സിനെ ചേർത്ത് പറയുന്നു, we will share Christ's glory. Yeah. We will be co-heirs with Christ. നമുക്ക് ലഭിക്കുന്ന തേജസ് നാം ദൈവത്തിൻ്റെ തേജസ്സിന് അവകാശികളും ക്രിസ്തുവിൻ്റെ തേജസ്സിന് കൂട്ടവകാശികളുമാണ്. We are heirs for the glory of God and co-heirs with that of Christ. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ തേജസ്സാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. 1 Peter 5:10, 1 പത്രോസ് 5:10. വേഗത്തിൽ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. തന്റെ നിത്യ തേജസ്സിനായി. ആരുടെ? ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ. സ്തോത്രം. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് പത്രോസ് പറയുന്നു പിതാവായ ദൈവത്തിന്റെ തേജസ്സാണ്. പൗലോസ് എന്താ പറയുന്നത്? 2 തെസ്സലോനിക്കർ 2:13-14. 2 Thessalonians 2:13-14. 14 മാത്രം വായിച്ചാലും 13-14 അങ്ങ് വായിച്ചു. നമ്മുടെ But we കർത്താവ് ought ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. ക്രിസ്തുവിന്റെ മഹത്വം. അപ്പോൾ ഇവിടെ പിതാവായ ദൈവത്തിന്റെ തേജസ്, ക്രിസ്തുവിന്റെ മഹത്വം. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ തേജസ്സിൽ അവകാശവും ക്രിസ്തുവിന്റെ തേജസ്സിൽ കൂട്ടവകാശവും, രണ്ടും ഒന്ന് തന്നെയാണ്, ലഭിക്കുന്നു. സ്തോത്രം. സോ വി ഷാൽ ഷെയർ ദ ഗ്ലോറി വിത്ത് ക്രൈസ്റ്റ്. സ്തോത്രം. നാം ദൈവാനുരൂപരായി തീരും
എന്ന് നാം കാണുന്നത് അതുകൊണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി എന്ന സുവിശേഷകന്റെ വാക്കുകൾ കടമെടുത്ത്, ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് ജീവനില്ലാത്ത പ്രതിമകൾ, ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള പ്രതിമ. ജീവനുള്ള പ്രതിമ. ആരാണത്? യേശു ക്രിസ്തു. കൊലോസ്യർ 1:15. ഓക്കെ, കൊലോഷ്യൻസ് 1:15. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള പ്രതിമയായ ക്രിസ്തു. ഈ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള പ്രതിമയായ ക്രിസ്തുവിന് പ്രതിമകളുണ്ടോ? ഉണ്ട്. ഉണ്ട്. അതാരാണ്? നാം എല്ലാവരും. നാം എല്ലാവരും. 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യൻസ് 3:18. നാം എല്ലാവരും തേജസ്സിന്മേൽ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. അതുകൂടാതെയാണ് പൗലോസ് റോമർ 8:18 പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അത് തന്നെയാണ് 2 കൊരിന്ത്യർ 4:16, 17, 18 വാക്യങ്ങളിലും പൗലോസ് ലീഹ പറയുന്നത്. അവിടെ പറയുന്നത്, നമ്മുടെ 17ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്, നമ്മുടെ നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇപ്പോഴത്തെ കഷ്ടങ്ങളും വരുവാനുള്ള ലോകത്തിൽ നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്ന തേജസ്സും തമ്മിൽ ഇവിടെ പൗലോസ് താരതമ്യം ചെയ്യുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ളത്, നമുക്ക് ലഭിക്കുന്ന തേജസ് നിത്യ തേജസ്. ഇപ്പോഴത്തെ നമ്മുടെ കഷ്ടങ്ങൾ ലഘുവായിട്ടുള്ളത്, അല്പമേ ഉള്ളൂ, തൂക്കം കുറവാ, വെയിറ്റ് കുറവാ. എന്നാൽ നമുക്ക് ലഭിപ്പാനിരിക്കുന്ന തേജസ്സോ ഘനമേറിയത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്, നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് തേജസ്സാണ്. ഈ തേജസ്സിന് എന്താ അടിസ്ഥാനം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. On what basis we will receive glory? എന്തടിസ്ഥാനത്തിലാണ് നമുക്ക് തേജസ് ലഭിക്കുന്നത്? എൻ്റെ കൂടെ ഇല്ല. നമ്മൾ സഹിക്കുന്ന കഷ്ടതയുടെ അടിസ്ഥാനം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ല അതാ, നാം ക്രിസ്തുവിനായിട്ട് സഹിക്കുന്ന കഷ്ടതകളുടെ ആനുപാതികമായിട്ടാണ് നമുക്ക് തേജസ് ലഭിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ തേജസ് എല്ലാം ലഭിക്കുമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട. അതിനാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്, റിസറക്റ്റഡ് ബോഡി, പുനരുത്ഥിത ശരീരത്തിന് ഡീഫോൾട്ട് ആയിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു തേജസ് ഉണ്ട്. ദൈവരാജ്യത്തിലെത്തുന്ന എല്ലാവരും തേജസ്സുള്ളവരായിരിക്കും. അതുകൂടാതെ നമുക്ക് പ്രതിഫലമായിട്ടും കൂടെ തേജസ് ലഭിക്കും. എന്തിൻ്റെ ആനുപാതികമായി? ഒന്ന്, നാം കർത്താവിനായി സഹിക്കുന്ന കഷ്ടതകൾക്ക് ആനുപാതികമായി. 2, നമ്മുടെ വിശുദ്ധിക്ക് ആനുപാതികമായി. അടിസ്ഥാനപരമായി ഈ 2
കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന തേജസ്സിന് അടിസ്ഥാനം. അവർ സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് അവർ പേഴ്സണൽ പ്യൂരിറ്റി. Holiness in our private life, our personal lives. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പാലിക്കുന്ന വിശുദ്ധി, അതുപോലെ ക്രിസ്തു നിമിത്തം നാം സഹിക്കുന്ന കഷ്ടതകൾ, അടിസ്ഥാനപരമായി ഈ രണ്ട് കാര്യങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് തേജസ് ലഭിക്കുക. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ട്യൂബ് ലൈറ്റ്, ബൾബ്, നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, അതിൻ്റെ റിഫ്ലക്റ്റർ, ഇതൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ പോളിഷ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ വെറും തുണി കൊണ്ട് തുടയ്ക്കുകയോ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയോ ഒക്കെ ചെയ്യും. കാരണം കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ വീട്ടിലെ തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ബൾബുകളിലും ട്യൂബയിലും ഒക്കെ പൊടി മുകളിൽ വന്നിങ്ങനെ അടിയും. കിച്ചണിലൊക്കെ ആണെങ്കിൽ ഒത്തിരി എണ്ണമയം കൂടെ ചേർന്നുള്ളത് വന്നിങ്ങനെ അടിയും. നമ്മുടെ വണ്ടിയൊക്കെ ആണെങ്കിലും, പ്രത്യേകിച്ച് രാത്രികളിൽ ധാരാളം ഓടുന്ന വണ്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്ലാസ് ഒക്കെ അങ്ങ് വല്ലാതെ മങ്ങും, ഹെഡ്ലൈറ്റിൻ്റെ. അപ്പോൾ നമ്മളത് വൃത്തിയാക്കി തുടച്ച് ചില ക്രീമോ അല്ലെങ്കിൽ വേറെ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കും. എന്താ ലൈറ്റ് പുറത്തോട്ട് വരാത്തത്? അതിലെ അഴുക്ക്, അതിലെ പൊടിപടലങ്ങൾ. ഇതുപോലെ നമ്മുടെ തേജസ് കൂടുതൽ തെളിവുള്ളതാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പൊടിപടലങ്ങളൊക്കെ മാറി, അതിനെയാണ് വിശുദ്ധി എന്ന് പറഞ്ഞത്, വിശുദ്ധരായിത്തീരണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന തേജസ്. കർത്താവിനെ നാം തേജസ്സോടുകൂടെ കാണുകയും ആ കർത്താവിൻ്റെ തേജസ്സിൽ പങ്കാളികളായി തീരുകയും ചെയ്യും. നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണത്. മറ്റൊന്ന്, ഇത്രയും കാര്യങ്ങൾ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അടുത്തത് 7-ാമത്തെയാണെന്ന് തോന്നുന്നല്ലേ? 7. 7-ാമത്തേതാണ് the right to reign with Christ. The right to reign with Christ. ക്രിസ്തുവിനോട് കൂടെ വാഴുവാനുള്ള അധികാരം, കർത്താവിനോട് കൂടെയുള്ള വാഴ്ച. നമ്മളെ വെളിപ്പാട് പുസ്തകം 20:4 വായിക്കുന്നത്. 20:4 അവർ ജീവിച്ചെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. യേശുവിനോട് കൂടെ വാഴുക. നമ്മളത് മിക്കപ്പോഴും പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ക്രിസ്തുവിനോടുകൂടെ വാഴുക എന്നുള്ളത്. സ്തോത്രം.
അപ്പം കർത്താവിനോട് കൂടെ കർത്താവ് രാജാധിരാജാവായി വാഴുമ്പോൾ അവനോട് കൂടെ ക്യാബിനറ്റിൽ മന്ത്രിമാരായി പല ഭരണാധിപന്മാരായി നമ്മൾ വാഴുന്ന അവസ്ഥകൾ ഉണ്ട്. സ്തോത്രം. താലന്തുകളുടെ ഉപമയിൽ തന്നെ ഒരിടത്ത് കർത്താവ് പറയുന്നുണ്ട്, 5 താലന്തുകൾ ഉണ്ടാക്കിയവന് 5 പട്ടണങ്ങൾക്ക് അധിപതിയായിട്ടിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഇത് നടക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. ഭൂമിയിൽ അന്ന് ഇസ്രായേലും ജാതികളും ഉൾപ്പെടെയുള്ള മനുഷ്യർ സാധാരണ ശരീരത്തിൽ ഉണ്ടായിരിക്കും. അവരായിരിക്കും 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകൾ, സബ്ജക്ട്സ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ പ്രതിഫലമൊക്കെ പ്രാപിച്ച് വാഴുന്നവരായിരിക്കും. അക്കൂട്ടത്തിൽ ചിലർക്ക് പ്രതിഫലങ്ങളായിട്ട് ലഭിക്കുന്നത് ഈ പറഞ്ഞ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ പദവി, പഞ്ചായത്ത് പ്രസിഡന്റ് പദവി, കൗൺസിലർ പദവി, ഗവർണർ പദവി, മന്ത്രിമാര്, സഹമന്ത്രിമാര് എന്നൊക്കെ ഇന്ന് നമ്മള് ഗവൺമെന്റ് തലത്തിൽ കാണുന്നത് പോലെ അന്ന് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ, യഹൂദരും ജാതികളുമായി ജീവിക്കുന്ന മനുഷ്യരെ ഭരിക്കുന്നതിനുള്ള, അവരെ സൂപ്പർവൈസ് ചെയ്യാൻ, മേൽനോട്ടം വഹിക്കുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകും. അതാണ് കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങൾ സഭകളോട് ദൂത് പറയുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ജാതികളുടെ മേൽ അധികാരം ലഭിച്ചതുപോലെ ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം നൽകും. ഇസ്രായേലിനെ ഒരുപക്ഷെ നാം വാഴില്ല. ഇസ്രായേലിനെ വാഴാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് 12 അപ്പോസ്തലന്മാർക്കാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ ഇസ്രായേൽ അല്ലാതെ ജാതികളിൽപ്പെട്ട ഇസ്രായേലിനേക്കാൾ വളരെ കൂടുതലുള്ളവർ അന്ന് ഭൂമിയിലുണ്ടാകും. അവരെ ഭരിക്കുവാൻ ക്രിസ്തുവിന് പകരം, ക്രിസ്തുവിനോട് കൂടെ ഭരിപ്പാനുള്ള, വാഴാനുള്ള അധികാരം നമുക്ക് ലഭിക്കും. നമുക്കന്ന് താമസിക്കാൻ വീട് വേണ്ട, യാത്ര ചെയ്യാൻ ലൈറ്റ് വെച്ച വണ്ടി വേണ്ട, സൈറൻ വെച്ച വണ്ടി വേണ്ട, ശമ്പളം വേണ്ട, വേറെ ഒന്നും വേണ്ട. കാരണം നമ്മൾ അന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരിക്കും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ വസിക്കുന്ന നമുക്ക് താമസിക്കാൻ ആവശ്യമില്ല. യാത്ര ചെയ്യാൻ വാഹനങ്ങളുടെ ആവശ്യമില്ല. സംരക്ഷണത്തിന് സൈന്യത്തിന്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും എത്തണമെങ്കിൽ സമയത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരിക്കുന്ന നാം എല്ലാവരും ഒന്നും ഭരണാധിപന്മാരായിരിക്കില്ല. പ്രതിഫലം ലഭിക്കുന്നതനുസരിച്ച് അത് കർത്താവ് ചെറുതും വലുതുമായിട്ടുള്ള ഭരണസാരഥ്യം വിശുദ്ധന്മാർക്ക് നൽകും. ഇതാണ് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നതിനുള്ള അധികാരം. എട്ടാമത്തേത്, കർത്താവിനോട് കൂടെ ഇരിക്കുവാനും പിതാവിന്റെ ആദരവിന്, അല്ലെങ്കിൽ അതിനെ രണ്ടായിട്ട് നമുക്ക് കർത്താവിനോട് കൂടെ ഇരിപ്പാനുള്ള അതും ഒരു വലിയ പ്രതിഫലമാണ്. ജോൺ 12:46, യോഹന്നാൻ 12:46
12:26, 26. അവിടെ കർത്താവ് പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അവന് എന്റെ ശുശ്രൂഷക്കാരൻ ഞാൻ എവിടെ ഇരിക്കുന്നിടത്ത് യാ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഇരിക്കും. സ്തോത്രം. അതുതന്നെയാണ് നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയോട് പറഞ്ഞു കർത്താവിനൊപ്പം എത്ര ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണെന്ന് ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. നിത്യതയിൽ കർത്താവിനോടുകൂടെ എത്തുന്ന എല്ലാവരും തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കും, എല്ലാവരും. എന്നാൽ ചിലർക്ക് പ്രത്യേകമായി കർത്താവിനോടൊപ്പമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യും. അതിൻ്റെ നല്ലൊരു ചിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത്, ശുശ്രൂഷകാലത്ത് കാണുന്നത്. ഒരു വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നു, യേശുവിനെ കേൾക്കുന്നു, യേശുവിന്റെ അടുത്ത് വന്ന് തൊടുന്നു ഒക്കെ ഉണ്ട്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാലെന്നും പറഞ്ഞൊരു സ്ത്രീ വന്ന് തൊടുന്നത് വരെ നമുക്കറിയാം. പുരുഷാരം തിക്കിത്തിരക്കുന്ന കാര്യമൊക്കെ അന്നേരം അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ ശരീരത്തോട് തൊട്ട് നിൽക്കുന്നവർ വരെ ഉണ്ടെന്നേരം. എന്നാലും ഒരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നു. അതിൽ നിന്ന് കർത്താവ് ഒരു 70 പേരെ തിരഞ്ഞെടുക്കും. അതിനകത്ത് ഇന്നർ സർക്കിളിൽ വീണ്ടും 12. പിന്നെയും ആ 12-ൽ നിന്ന് 3 പേരെ, ശിഷ്യത്രയങ്ങൾ. ആ 3 പേരിൽ നിന്ന് വീണ്ടും ഒരാളിനെ. സ്തോത്രം. ഇത് നിത്യതയുടെയും ഒരു ഘടനയായിരിക്കും. നിത്യതയിൽ എത്തുന്ന എല്ലാവർക്കും കർത്താവിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകും, ഒട്ടും സംശയമില്ല. പക്ഷേ കർത്താവിനൊപ്പം ഇരുത്തുന്ന, നമുക്കത് അക്ഷരികമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. കർത്താവിനോടടുത്തിരിപ്പാൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ ഭരണ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഇടത്തും വലത്തും ഇരിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് ചിലരുണ്ട്. കുറച്ചുനാൾ മുമ്പ് അതേ സംബന്ധിച്ച് വലിയ വാദവും തർക്കവും ഒക്കെ ഉണ്ടായതാ ഭരണകക്ഷികളിൽ തന്നെ. അപ്പൊ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതിനുള്ള പ്രത്യേകമായ ഒരു പ്രതിഫലം. ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. 9-ാമത്തേത് അതേ വാക്യം, ജോൺ 12:26. അവിടെ തന്നെ കാണുന്നുണ്ട്, മൈ ഫാദർ വിൽ ഓണർ ഹിം. എൻ്റെ പിതാവ് അവനെ മാനിക്കും. അല്ലേ? മാനിക്കും. My Father will honor the one who serves me. serves me. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും. സ്തോത്രം. എങ്ങനെയൊക്കെയാണ് പിതാവ് മാനിക്കുന്നതെന്ന് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതൊന്നും അങ്ങനെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് പോലെ ഒക്കെ തന്നെ നമ്മെ മാനിക്കും. നമ്മെ മാനിക്കുന്ന മറ്റൊരു ചിത്രമാണ് നമ്മൾ
സർദീസിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ കാണുന്നത് വെള്ളയുടുപ്പ് ധരിക്കുന്ന, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു. അവന്റെ പേർ ഞാൻ എന്ത് ചെയ്യത്തില്ല, ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. കളയാതെ പിന്നെന്ത് ചെയ്യും? എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. സ്തോത്രം. അപ്പം ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവരെ സർദീസിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് 3-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, 4-5 വാക്യങ്ങൾ കാണുന്നത് ഉടുപ്പ് മലിനമാകാതെ, അതായത് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. യോഹന്നാൻ 12-ന്റെ 26 അനുസരിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരെ കർത്താവ് മാനിക്കുന്ന ഒരു രീതിയാണ് പേര് ജീവപുസ്തകത്തിൽ നിന്നും മായിച്ച് കളയില്ല, പകരം പിതാവിന്റെയും ദൂതന്മാരുടെയും മുമ്പാകെ അവന്റെ പേര് കൺഫസ് ചെയ്യും, ഏറ്റുപറയും. സ്തോത്രം. ഇവൻ എൻ്റെ ആളാണെന്ന് പറയുന്നത് നമുക്ക് മാന്യതയല്ലേ? ഇതിനൊക്കെ വലിയ മാന്യത എന്താ? എൻ്റെ ചിന്തയിൽ 10 രാജ്യത്തിന്റെ തലവനാക്കി എന്നെ നിയമിക്കുന്നതിനേക്കാൾ, ഒരു കിരീടം എൻ്റെ തലയിൽ വെക്കുന്നതിനേക്കാൾ, സ്തോത്രം, മറവിയൊന്നുമില്ലാത്ത നിത്യതയിൽ ത്രിയേക ദൈവത്തിൻ്റെയും എണ്ണമില്ലാത്ത വിശുദ്ധന്മാരുടെയും അസംഖ്യം ദൂതന്മാരുടെയും മുമ്പിൽ ഇവൻ എൻ്റേത് എന്ന് പരസ്യമായി കർത്താവ് ഏറ്റുപറയുന്നതിനേക്കാൾ വലിയ മാന്യത നമുക്ക് എന്താ ലഭിക്കാനിരിക്കുന്നേ? സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മൾ പാട്ട് പാടുന്നത് പോലെ താതൻ പേർക്കായി സേവ ചെയ്തതാൽ, യോഹന്നാൻ 12-ന്റെ 26, ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ എന്നുള്ള ലോകെ ഞാൻ നോട്ടം തികച്ചു എന്ന പാട്ടിനകത്ത് പാടുന്നത്, താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. കർത്താവ് നമ്മെ മാനിക്കുന്ന ആ ഒരു പ്രത്യേക ദിവസമുണ്ട്. അപ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാന്യത, ഓണർ ഫ്രം ദ ഫാദർ. സ്തോത്രം. ആ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾക്കായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ അയവിറക്കി ഓർത്ത് ഭാവന കണ്ട് അതിനുവേണ്ടി കൊതിച്ചുകൊണ്ട്, കർത്താവേ അങ്ങ് താമസിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വരവനായി നമുക്ക് ഒരുങ്ങാം. ആയതിനായിട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.